എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയെ കേന്ദ്ര നിലവാരത്തിലേക്ക് ഉയർത്തി. പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര ആയുഷ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് പരിശോധന നടത്തിയാണ് ഡിസ്പെൻസറിയെ തിരഞ്ഞെടുത്തത്. 2022 ഡിസ്പെൻസറിയെ ഗവൺമെന്റ് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായി ഉയർത്തിയിരുന്നു. കേന്ദ്ര അംഗീകാരം ലഭിക്കുന്നതോടെ കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗിച്ച് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഡിസ്പെൻസറിയിൽ ഉൾപ്പെടുത്താനാകും. ഒന്നാം ഘട്ടത്തിൽ സംസ്ഥാനത്ത് 150 ഡിസ്പെൻസറികളാണ് കേന്ദ്ര നിലവാരത്തിലേക്ക് ഉയർത്തിയിരുന്നത്. രണ്ടാം ഘട്ടത്തിൽ 100 ആശുപത്രികൾ എൻട്രി ലെവൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിലാണ് എളവള്ളി ഇടം നേടിയത്. രണ്ടാം ഘട്ടത്തിൽ ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ കീഴിൽ 6 ആയുർവേദ ഡിസ്പെൻസറികളാണ് തൃശൂർ ജില്ലയിൽ ഇടം നേടിയത്. തൃശൂർ ജില്ലയിൽ അനുവദിച്ച ആകെയുള്ള 2 ആയുർവേദ സബ് സെന്ററുകളിലൊന്ന് എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ചിറ്റാട്ടുകരയിലാണ് പ്രവർത്തിക്കുന്നത്. സൗകര്യപ്രദമായ കെട്ടിടം, പരിശോധനാ മുറി, ഫാർമസി കൗണ്ടർ, സ്റ്റോർ റൂം, രജിസ്ട്രേഷൻ കൗണ്ടർ, ക്യൂ ടോക്കൺ സംവിധാനം, കുടിവെള്ള ലഭ്യത, ഫീഡിംഗ് റൂം, ശുചിമുറികൾ തുടങ്ങിയ സൗകര്യങ്ങൾ പരിശോധിച്ചാണ് സർട്ടിഫിക്കറ്റ് നൽകിയത്. നാഷണൽ ആയുഷ് മിഷൻ തൃശൂർ ജൂനിയർ കൺസൾട്ടന്റ് എഞ്ചിനീയർ എസ് പൂർണിമ, ഭാരതീയ ചികിത്സാ വകുപ്പ് തൃശൂർ ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ ആഗ്നസ് ക്ലീറ്റസ്, ഹോമിയോ ജില്ലാ നോഡൽ ഓഫീസർ PJ ജിൻഡോ, ഭാരതീയ ചികിത്സാ വകുപ്പ് ഫെസിലിറ്റേറ്റർ ഡോക്ടർ ശ്രീഹരി മേനോൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ടീമാണ് പരിശോധന പൂർത്തീകരിച്ചത്. സംസ്ഥാന ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. നമ്മുടെ ആയുഷ് സ്ഥാപനങ്ങളിൽ NABH അക്രഡിറ്റഡ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം കേരളത്തിൽ ആയുഷ് വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്കതിന് സംബന്ധിച്ചിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾ നിലവിലുണ്ടായിരുന്നില്ല. കേന്ദ്രവുമായി കാര്യം സംസാരിച്ച് ആശയവിനിമയം നടത്തിയപ്പോൾ നമ്മൾ വളരെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്തു. ആദ്യ ഘട്ടത്തിൽ 105 ആയുഷ് സ്ഥാപനങ്ങളുടെ NABH സർട്ടിഫിക്കറ്റ് ഗ്രാമങ്ങളിലെ നമ്മുടെ പ്രദേശങ്ങളിലെ ആയുഷ് സ്ഥാപനങ്ങളുടെ മാറ്റം നമ്മുടെ സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യമേഖലയിൽ അപ്പാടെ ഈ മാറ്റം പ്രകടമാണ്. ആയുഷ് വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ N. ഗോബ്രഗഡെ IAS അധ്യക്ഷനായി. നാഷണൽ ആയുഷ് മിഷൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ D. സജിത് ബാബു IAS, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ആയുഷ് ജോയിന്റ് സെക്രട്ടറി കവിത കാർഗ് IDAS, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ആയുഷ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ A. രഘു, ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയ, ഹോമിയോപ്പതി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ MP ബീന, ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ TD ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയെ കേന്ദ്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതോടെ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു.